സ്തോത്രം. അപ്പൊ ഓരോ കൂടിവരവിലും നമ്മൾ എന്ത് പ്രാപിക്കണം? ഉണർവ് പ്രാപിക്കണം. ഉണർവിൻ വരം പ്രാപിക്കണം. അതോടൊപ്പം ഉണർവിന്റെ ഫലവും ഉണ്ടാവണം. സ്തോത്രം. ഉണർവിൻ വരവും ഉണർവിന്റെ ഫലവും ഉണ്ടാവണം. ആത്മീയ വരവും ആത്മീയ ഫലവും. സ്തോത്രം. വരം മാത്രം പോരാ, ഫലവും വേണം. ഫലം മാത്രം പോരാ, സ്തോത്രം, വരവും വേണം. വരം സാമ്പത്തിക വരമല്ല, വരമല്ല. സ്തോത്രം. ഉണർവിന്റെ വരം, പരിശുദ്ധാത്മ നിയോഗ വരം. വരം ലഭിച്ചവർക്കല്ലാതെ ഗ്രഹിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? വരം വേണം. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും ഫലം മതിയെന്ന്. പോരാ, വരം വേണം. വരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? രോഗശാന്തി, അതാ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ട വരം. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ടവർ. അതാണ് ഏറ്റവും പ്രധാനം. രോഗശാന്തി വരം, ഭൂതശാന്തി വരം, ദാനം ചെയ്യേണ്ട വരം, പ്രവചന വരം, ഇതെല്ലാം എന്ത് ചെയ്യും? ഇതെല്ലാം നീങ്ങിപ്പോകും. എന്നാൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ട വരം എന്ത് ചെയ്യില്ല? നീങ്ങിപ്പോവില്ല. അത് നമ്മളെ കൊണ്ടേ പോകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ട വരം നമുക്ക് ഉണർവായി മാറും. ആ വരമാണ് ഉണർന്ന് വരാനുള്ളത്. ആ വരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങിക്കിടക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ട വരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങിക്കിടക്കുകയാണ്. അതെന്ത് ചെയ്യണം? ഉണരണം. അത് നമ്മിൽ ഉണരണം. ഹല്ലേലൂയ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഉണരണം. ഉണരുവാൻ തക്കവണ്ണം ദൈവവചനം നമ്മളിൽ പ്രവൃത്തി നടത്തണം. സ്തോത്രം. അതിന് തക്കതായ മനോബോധം നമുക്കുണ്ടാകണം. മനോബോധം ഉണ്ടാകണം. എന്തുണ്ടാകണം? മനോബോധം എന്ന് പറഞ്ഞാൽ മനസ്സിന് എന്ത് വേണം? ബോധം ഉണ്ടാകണം. മനസ്സിന് ബോധം ഉണ്ടാകണം. ഹല്ലേലൂയ. മനസ്സിന് എന്ത് വേണം? ബോധം ഉണ്ടാകണം. ബോധം. സദൃശവാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നത്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ഹൃദയം എനിക്ക് തരിക. ശബ്ദത്തിൽ പറ. സ്തോത്രം. മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. അപ്പോൾ ഹൃദയം എന്ന് പറയുമ്പോ എന്തായിരിക്കും? നിരൂപണങ്ങളാണ്. നിരൂപണങ്ങളെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കണം. ദൈവഹിതമായ നിരൂപണങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഹല്ലേലൂയ. ഹൃദയം കൊടുക്കുക, ഹൃദയം കൊടുക്കുക, ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞ് മനുഷ്യർ ഉദ്ദേശിക്കുന്ന രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തെയാണോ ദൈവം ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. അപ്പോഴേ അത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തെയാണോ ദൈവം ചോദിക്കുന്നത്? അതോ നമ്മുടെ മനോനിരൂപണങ്ങളെയാണോ ചോദിക്കുന്നത്? നമ്മുടെ നിരൂപണങ്ങള്, ചിന്താമണ്ഡലത്തെ, ഇതൊക്കെയാണ് ദൈവം ചോദിക്കുന്നത്. സ്തോത്രം. അപ്പൊ ദൈവം എന്താണ് മനുഷ്യനോട് ചോദിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു മനോബോധ മനുഷ്യന് ആവശ്യമാണ്. ദൈവം മനുഷ്യനോട് എന്തൊക്കെ ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ടതായ ഒരു മനോബോധം നമുക്ക് ആവശ്യമാണ്. ആ മനോബോധം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉണർവിൻ വരമൊന്നും കിട്ടൂല. പിന്നെ ഉണർവ് വരമെല്ലാം ഉണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ പാടി പഠിച്ച്, കുറച്ച് പ്രസംഗമൊക്കെ പഠിച്ച്, അതിനോടൊപ്പം കുറച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞും പഠിച്ചും കേട്ടും പഠിച്ചും ഒക്കെ ഇങ്ങനെ തുള്ളിച്ചാട്ട് നടന്നാൽ അതാണ് ഭയങ്കര ഉണർവെന്ന് വിചാരിക്കും. കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആ പാട്ടും താളമേളങ്ങളൊക്കെ കേട്ടിരുന്ന ആൾക്കാരൊക്കെ വന്നുകൂടും. അപ്പോഴും ഉണർവ്. ആൾക്കാരെല്ലാം വന്നുകൂടി വന്നവരെല്ലാം നല്ല ഉണർവുള്ളവരായിരുന്നു.
എന്താണ് ഉണർവ്? ഹല്ലേലൂയ പറഞ്ഞു, സ്തോത്രം പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, നൃത്തം ചെയ്തു, പാട്ടുപാടി, നല്ല ഉണർവായിരുന്നു. ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദ്ദേശിക്കുന്ന ഉണർവാണ്. എന്നാൽ ദൈവത്തിന്റെ ബുദ്ധിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഉണർവ് ഇതാണോ? സ്തോത്രം. ദൈവം ഉദ്ദേശിക്കുന്ന ഉണർവ് ഇതാണോ? ദൈവം ഉദ്ദേശിക്കുന്ന ഉണർവെന്ന് പറയുന്നത് നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവിക വരങ്ങൾ, നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവിക വരങ്ങൾ ഉണരണം. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവികമായ വരങ്ങൾ ഉണരണം, ദൈവിക ഉദ്ദേശങ്ങൾ ഉണരണം. സ്തോത്രം. എന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം ആമേൻ സ്തോത്രം 14 വാക്യത്തിൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. കണ്ണീരടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യ സ്നേഹനിധിയാകുന്ന അൻപുള്ള കർത്താവേ, അങ്ങയുടെ മഹാസ്നേഹത്തിന്റെ പ്രകാശനത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന ഉപദേശങ്ങൾ, അടികളുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായ അനുഭവങ്ങളെ, ദൈവിക വരങ്ങളെ ഉണർത്തുന്നതിന് കാരണമായി തീരുവണ്ടക്കവണ്ണം അടികൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടികളുടെ മനോബോധങ്ങൾ പലപ്പോഴും ഉറങ്ങുന്ന അനുഭവമാണ്, ചിന്താമണ്ഡലങ്ങൾ ഉറങ്ങുന്ന അനുഭവമാണ്. കർത്താവെ, മരണനിദ്രയായുള്ള ബന്ധത്തിലാകുന്നു എന്നുള്ളതും അടികൾ സമ്മതിക്കുന്നു. അടികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുവാൻ, വലിയൊരു ഉണർവുണ്ടാകുവാൻ, വലിയൊരു പ്രകാശനമുണ്ടാകുവാൻ അടികൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. അതിന് തക്കവണ്ണം ദൈവവചനത്തിൽ അടികൾ പ്രിയമുള്ളവരാകുവാനും ശരണം വയ്ക്കുവാൻ തക്കവണ്ണം അടികൾ എല്ലാവരെയും താഴ്ത്തുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും മാത്രമല്ല, ദേശത്തിൽ ഓരോ ഭവനങ്ങളിൽ വസിക്കുന്ന ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കതായ വരവുള്ളവരായി മാറേണ്ടതിനെ സമർപ്പിക്കുന്നു. മാത്രമല്ല, ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഭൂലോകത്തിൽ അങ്ങോളം ഇങ്ങോളമല്ല എല്ലാവരുടെ മേലും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കേണ്ട വരം ഉണരേണ്ടതിനായി അടികൾ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 119 സങ്കീർത്തനം 48-ാമത്തെ വാക്യം അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ, എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവകൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുകയാണ്. ദൈവത്തിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കും. സ്തോത്രം. ഉണർവിൽ വരം പ്രാപിക്കാനുള്ള കാര്യങ്ങളാണ് ഭക്തന്മാരെ ചെയ്തിരിക്കുന്നത്. ആത്മീയമായ ഉണർവ് പ്രാപിക്കുവാൻ തക്കതായ കാര്യങ്ങളാണ് ഭക്തന്മാർ ചെയ്തിരിക്കുന്നത്. അവിടെ 48-ാം വാക്യം ഒന്നുകൂടെ വായിക്കുമ്പോൾ, എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക്. സ്തോത്രം. അപ്പോൾ ദൈവഭക്തന്മാർക്ക് എന്താണ് പ്രിയം? ദൈവത്തിന്റെ കൽപ്പനകളാണ് പ്രിയം. ദൈവഭക്തന്മാർക്ക് ദൈവ കൽപ്പനകൾ ഭയങ്കര പ്രിയമാണ്. നമുക്കൊക്കെ എന്താണ് പ്രിയം? ദൈവ കൽപ്പനകളിലാണോ പ്രിയം, അത് ലോകത്തിലെ വേറെ എന്തെങ്കിലുമൊക്കെയാണോ പ്രിയം എന്ന് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ അന്തേന്ദ്രിയങ്ങളെയും ദൈവശോധനയും. ഒരു ബാല്യക്കാരന്റെ പ്രിയം എന്താണ്? ഒരു യൗവനക്കാരന്റെ പ്രിയം എന്താണ്? ബാല്യക്കാരിയായാലും യൗവനക്കാരിയായാലും ഒക്കെ തന്നെയാണ്. ഒരു സ്ത്രീയുടെ, ഒരു പുരുഷന്റെ പ്രിയം എന്താണ്? ഏതിലാണ് അവർ പ്രിയം വയ്ക്കുന്നത്? ഇത് അവർക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ദൈവത്തിനറിയാം. സ്തോത്രം. എന്നാൽ തന്നെത്താൻ ശോധന ചെയ്തുകൊണ്ട് ദൈവഭക്തൻ പറയാണ്, ദൈവത്തിന്റെ കൽപ്പനകളിൽ പ്രിയം വയ്ക്കുകയാണ്. എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കരങ്ങൾ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
അപ്പൊ എനിക്ക് പ്രിയമായിരിക്കുന്ന കൽപ്പനകളിലേക്ക് കരമുയർത്തുന്ന മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരാജയപ്പെടില്ല, താണു പോകില്ല, തകർന്നു പോകില്ല. കാരണം വചനത്തിലേക്കാ കരമുയർത്തിയത്, അതും പ്രിയമായിരിക്കുന്ന വചനത്തിലേക്കാ. എന്ന് പറഞ്ഞാൽ ദൈവഭക്തന്മാർക്ക് വചനത്തോട് ഭയങ്കര പ്രിയമാണ്. ഭാര്യയോടും മക്കളോടും മാതാപിതാക്കളോടും ഉള്ള പ്രിയത്തെക്കാൾ അപ്പുറമായി ദൈവവചനത്തോട് അവർക്ക് ഭയങ്കര പ്രിയമാണ്. എങ്ങനെ പ്രിയം വയ്ക്കാതിരിക്കും? 105 വാക്യം വായിച്ചാലോ? അല്ലേ ഇവരെ പാൽ എങ്ങനെ പ്രിയം വയ്ക്കാതിരിക്കും? 105 വാക്യം വായിച്ചാൽ ദൈവത്തിന്റെ വചനം എന്റെ കാലിന് ദീപമാണ്. ദൈവത്തിന്റെ വചനം എന്നത് കൽപ്പനയാണ്, അല്ലേ? സദൃശവാക്യം 6:23 വായിക്കുമ്പോൾ കൽപ്പന ദീപം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നു ദൈവത്തിന്റെ വചനം, ഇവിടെ കൽപ്പന എന്നല്ല കൊടുത്തിരിക്കുന്ന വചനം എന്നാണ്. അപ്പൊ കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ല, ഒന്നാണ്. ദൈവം കൽപ്പിച്ചു, സംഭവിച്ചു. ദൈവം അരുളി ചെയ്തു, സംഭവിച്ചു. ദൈവം പറഞ്ഞു, സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായിരിക്കുന്നു, അല്ലേ? ദൈവത്തിന്റെ വചനം കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. നമ്മുടെ കാലിനൊക്കെ ദൈവത്തിന്റെ വചനം ദീപമാണോ? നമ്മുടെ പാതയ്ക്ക് ദൈവത്തിന്റെ വചനമാണോ പ്രകാശം? സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പ്രിയം വയ്ക്കും തോറും ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപമായിരിക്കും, പാതയ്ക്ക് പ്രകാശം. അതിന്റെ അടയാളം തന്നെ അവിടെ പറയുന്നുണ്ട് 48 വാക്യത്തില്. എനിക്ക് പ്രിയമായിരിക്കുന്ന അങ്ങയുടെ കൽപ്പനകളിലേക്ക്, എനിക്ക് പ്രിയമായിരിക്കുന്ന ദൈവ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, ഞാൻ കൈകളെ ഉയർത്തുകയാണ്. അങ്ങയുടെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. സ്തോത്രം. കരമുയരുക മാത്രമല്ല, അനന്തര ഫലമായി സംഭവിക്കുന്നത് ചട്ടങ്ങളെ ധ്യാനിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പ്രിയം വയ്ക്കുന്ന വചനങ്ങളിലേക്ക് കരമുയർത്തുകയും അതിന്റെ അടയാളമായിട്ട് അവർ വചനത്തെ ധ്യാനിക്കുകയും ചെയ്യും. ധ്യാനത്തെങ്കിൽ എന്ത് സംഭവിക്കും? തീ കത്തും. ധ്യാനത്തെങ്കിൽ തീ കത്തും. സ്തോത്രം. നാവിടുന്ന് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അല്ലാതെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഭൗതികമായ അനുഗ്രഹം എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവരെ അനുഗ്രഹിച്ച ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന അത് മാത്രം സംഭവിച്ച പോരാ. ഭൗതിക അനുഗ്രഹം ഭക്തന്മാർക്ക് സംഭവിച്ചെങ്കിൽ, ദാവീദ് എന്ന മനുഷ്യൻ ഇസ്രായേലിന്റെ രാജാവായെങ്കിൽ നമുക്ക് രാജാവെന്ന് ആരുണ്ടെന്നേ. സ്തോത്രം. എനിക്ക് പോലും ഞാൻ രാജാവാകണ്ട. എന്റെ രാജാവ് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആ ക്രിസ്തുവിന്റെ വചനത്തിൽ നമ്മൾ പ്രിയമുള്ളവരായിരിക്കും. ക്രിസ്തുവിന്റെ വചനത്തിൽ പ്രിയമുള്ളവരായിരിക്കും. പ്രിയമുള്ളവരാണെങ്കിൽ അതെന്ത് ചെയ്യും? എനിക്ക് ധ്യാനമായി മാറും. പ്രിയമുള്ളവരല്ലെങ്കിൽ ധ്യാനമാവില്ല, എല്ലാം പ്രകസനം മാത്രമായിരിക്കും. ദൈവവചനത്തിന് പ്രിയമുള്ളവരാണെങ്കിൽ അത് നമുക്ക് ധ്യാനമായി മാറും. സ്തോത്രം. നമുക്ക് ധ്യാനമാണോ? ദൈവത്തിന്റെ വചനം എത്രത്തോളം നമ്മൾ ധ്യാനമാക്കി മാറ്റുന്നുണ്ട്? ഇതെല്ലാം ദൈവം നമ്മെ പരിശോധിക്കും. ദൈവം പരിശോധിച്ചിട്ട് തന്നെയാണ് നമുക്ക് വല്ല അർത്ഥം വരുമോ? ഇല്ല. സ്തോത്രം. എനിക്ക് പ്രത്യാശയുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ വാക്കിൽ അർത്ഥം ഉണ്ടാകണമെങ്കിൽ അതിന് യോഗ്യമായ ജീവിത മേഖല നമുക്കുണ്ടായി വരണം. സ്തോത്രം. അപ്പോഴാണ് പ്രത്യാശ തരുന്നത്. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ വായിക്കുന്നത്. റോമലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ നമുക്ക് ദൈവത്തോടൊന്നുണ്ട്, സമാധാനമുണ്ട്. പക്ഷെ ആരായിരിക്കണം അവര്?
ദൈവവചനത്തിൽ ദൈവകൽപ്പനയിൽ പ്രിയമുള്ളവരായിരിക്കണം. ദൈവകൽപ്പനകളെ ധ്യാനമാക്കി മാറ്റുന്നവരുമായിരിക്കണം. അപ്പൊ റോമാലേഖനം 5-ാം അധ്യായം തന്നെ എടുത്ത് വായിച്ചാലോ? വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. പക്ഷെ ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നവനായിരിക്കണം. വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരപ്പെടുന്നവനായിരിക്കണം. മാനസാന്തരപ്പെടണമെങ്കിൽ പാപബോധമുള്ളവനായിരിക്കണം. പാപബോധമുള്ളവനാകണമെങ്കിൽ കുറ്റബോധമുള്ളവനാകണം. കുറ്റബോധമുള്ളവനാകണമെങ്കിൽ പാപത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവനാകണം. പാപത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ളവനാകണമെങ്കിൽ ദൈവകൽപ്പന ധ്യാനിക്കണം. ദൈവകൽപ്പന ധ്യാനിക്കണമെങ്കിൽ ദൈവകൽപ്പനയിൽ പ്രിയം വയ്ക്കണം. അപ്പൊ ഇതൊന്നുമില്ലാതെ വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസമല്ല, അത് യേശുക്രിസ്തുവിനെ ഒഴികെയുള്ള വിശ്വാസമാണ്. അത് എതിർ ക്രിസ്തുവിന്റെ വിശ്വാസമാണ്. അത് എതിർ ക്രിസ്തുവിന്റെ വിശ്വാസമാണ്. കാരണം ക്രിസ്തുവിന്റെ സ്വഭാവം ഒന്നുമില്ല. പിന്നെ എന്തുണ്ട്? എതിർ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. പറഞ്ഞാൽ വേറെ വഴിയായി വരിക, വേറെ വഴിയായി വരിക, ക്രിസ്തു ഉദ്ദേശിച്ച വഴിയെ വരാതിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ റോമർ 5 വായിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഹല്ലേലൂയ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം വിശ്വാസത്തിൽ പ്രവേശനം ലഭിച്ചിരിക്കുന്ന ആർക്ക്? ദൈവകൽപ്പനയിൽ പ്രിയം വയ്ക്കുന്നവർക്ക്. ഹല്ലേലൂയ. ദൈവകൽപ്പനയിൽ പ്രിയം വയ്ക്കുന്നവർക്കാണ് വിശ്വാസത്തിൽ പ്രവേശനം ലഭിക്കുന്നത്. വെറും വിശ്വാസം കൊണ്ട് നടക്കുന്നവർക്കല്ല. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ, പഠിച്ചില്ല, വിശ്വാസത്താൽ പരീക്ഷ എഴുതി ജയിക്കും. പക്ഷെ പഠിച്ചിട്ട് വിശ്വാസത്തിൽ പരീക്ഷ എഴുതിയാലോ? ഡ്രൈവിംഗ് പഠിച്ചില്ല, ഞാൻ വിശ്വാസത്തിൽ വാഹനം ഓടിക്കുക. പക്ഷെ ഡ്രൈവിംഗ് പഠിച്ച് പ്രാക്ടീസായി അതിന് ശേഷം വിശ്വാസത്താൽ ഓടിച്ചാലോ? ഹല്ലേലൂയ. അപ്പൊ ദൈവിക വിശ്വാസം എന്ന് പറയുന്നത് അതുപോലെയല്ല, അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ളതാണ്. അപ്പൊ ഉത്തരവാദിത്വമുള്ള വിശ്വാസമാകയാൽ നാം അത്രയ്ക്കും നമ്മുടെ മനസ്സ് പുതുക്കുന്നവരായിരിക്കണം. മനസ്സ് പുതുക്കുവാൻ തക്കവണ്ണ ദൈവകൽപ്പനയിൽ പ്രിയമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവരല്ല എങ്കിൽ അടിസ്ഥാനമില്ലാത്ത വിശ്വാസമായിരിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പക്ഷെ അടിസ്ഥാനമില്ലാത്ത നീതിമാനാണ്. അതാണ് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയിൽ പ്രിയം വയ്ക്കാത്ത, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ. ഇവരെയാണ് യേശുക്രിസ്തു സ്വാഗതം ചെയ്യുന്നത്, അതോ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയാണ്? നാം ഓരോരുത്തരും ആരായിരിക്കണം? മനസ്സ് പുതുക്കുന്ന ഒരു പാപിയായിരിക്കണം. ഹല്ലേലൂയ. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവർ അടിസ്ഥാനമില്ലാത്ത നീതിമാന്മാരാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പ്രിയമില്ലാത്തവർക്ക് അടിസ്ഥാനമില്ല, അവർ മറഞ്ഞു പോകും. കാറ്റടിച്ചുലയുന്ന കടൽ തിര പോലെയാണ്. അവരെ കുറിച്ചാണ് യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നത്. വൻമഴ ചൊരിഞ്ഞു, 7-ാം അധ്യായത്തിൽ അല്ലേ? നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, ആ വീടിന്റെ അത് വീണു. വീഴ്ച അത് വലുതായിരുന്നു. എന്താ? ബുദ്ധിയില്ല, വചനം കേട്ട് ചെയ്യാത്ത. വചനത്തിന് പ്രിയമില്ലാത്തവർ വചനം കേട്ട് ചെയ്യും. പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വിദ്യാർത്ഥി അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യം കേട്ട് പഠിക്കുമോ? അശ്രദ്ധയിലിരിക്കും. പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥിയാണെങ്കിലോ അധ്യാപകൻ പഠിപ്പിക്കുന്ന ശ്രദ്ധയോടെ കേട്ട് പഠിക്കും.
അതുപോലെ ഇവിടെ പറയുന്നത് എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനും കേട്ട് ചെയ്യാത്തവനും. ചില ആൾക്കാരോട് നമ്മൾ പറയല്ലോ, എത്ര പറഞ്ഞാലും കേൾക്കുമല്ലോ. അപ്പോൾ അവര് മറുപടി പറയും, ഞാൻ കേൾക്കുമല്ലോ എല്ലാം ഞാൻ കേൾക്കുമല്ലോ. എന്നിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, ഞാൻ എല്ലാം കേൾക്കും. പക്ഷെ കേട്ടാ മാത്രം പോലെ അവിടെ എഴുതിയിരിക്കുന്ന കേട്ട് ചെയ്യണം. കേട്ടെന്ന് ചെയ്യണം, അത് ചെയ്യണം, ചെയ്യുന്നവരായിരിക്കണം. സ്തോത്രം. അതാണ് യേശു പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് ദൈവഭക്തന്മാർ ദൈവവചനത്തിൽ പ്രിയം വെച്ചത്. അവരെയാണ് അപ്പോസ്തലന്മാരെ വിളിച്ചത് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുണ്ട് അല്ലെ. പ്രിയമുള്ളവരെ എന്ന് ആരെയാ വിളിച്ചത്? ദൈവവചനത്തിൽ പ്രിയം വയ്ക്കുന്നവരെയാണ്. അപ്പൊ നമ്മൾ ആരോടൊക്കെ പ്രിയം കാണിക്കണം? ദൈവവചനത്തോട് പ്രിയമില്ലാത്തവരോട് നാം പ്രിയം കാണിക്കണമോ? ദൈവവചനത്തോട് പ്രിയമുള്ളവരോട് നാം പ്രിയം കാണിക്കാതിരിക്കണമോ? അപ്പൊ ദൈവവചനത്തോട് പ്രിയമുള്ളവരോടാണ് നമ്മൾ പ്രിയമുള്ളവരായി മാറാനുള്ളത്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെയുള്ളവർക്കാണ് വാഗ്ദത്തമുള്ളത്. അല്ല, പ്രാർത്ഥിക്കുന്നവർക്കല്ല വാഗ്ദത്തം. ദൈവവചനത്തിൽ പ്രിയമുള്ളവർക്കാണ് വാഗ്ദത്തമുള്ളത്. അതുപോലെ സഹോദരൻ പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിന്റെയും ആത്മാവിന്റെയും, അല്ലാതെ വിശ്വസിച്ച വാഗ്ദത്തം കിട്ടണമെന്നല്ല. നമ്മയൊക്കെ ക്രൈസ്തവ ലോകത്തിൽ പഠിപ്പിച്ചെന്താണ്? വിശ്വസിച്ചാൽ മതി വാഗ്ദത്തം കിട്ടുമെന്നാണ്. വാഗ്ദത്തം നിറവേറും, വിശ്വസിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കുക, മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക, കിട്ടും. പ്രാർത്ഥിച്ചാൽ വാഗ്ദത്തം പ്രാപിക്കാമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ പഠിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി സ്വന്തം ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുക ഉത്തരവാദിത്വം. ഇതൊന്നും നമ്മൾ ചെയ്യില്ല, ചെയ്യാൻ മനസ്സില്ല. ശുശ്രൂഷകന്മാർ നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തില്ല. അവര് പറയും, വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് വാഗ്ദത്തം പ്രാപിക്കാം. വാഗ്ദത്തം ചെയ്തത് വിശ്വസ്തനാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അതിനാണ് ലയിക്കും, അതിന് പ്രിയമുള്ളവരാകും. പക്ഷെ അതിന്റെ അനന്തര ഫലം വന്മഴ ചൊരിയും, നദികൾ പൊങ്ങും, കാറ്റടിക്കും, ആ വീട്ടിന്മേൽ അലയ്ക്കും, അത് വീഴും. അതിന്റെ വീഴ്ച അത് വലുതായിരിക്കും. അടിസ്ഥാനം മറഞ്ഞു പോയാൽ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്റെ കാര്യം അതിലെയാണുണ്ടോ? ഈ 99 നീതിമാന്റെ ഉണ്ടോ? അവിടെ നിന്ന് വിടാൻ മനസ്സുണ്ടോ? സ്തോത്രം, സ്തോത്രം. ആ മനസ്സ് ഉള്ളത് മനസ്സിൽ വെച്ചിരുന്നാ പോരാ, മനസ്സുള്ളത് തുറന്ന് പറയണം. മനസ്സിലുള്ളത് തുറന്ന് പറയണം. അപ്പോൾ മനസ്സ് പ്രകാശിക്കും. തുറന്ന് പറയുമ്പോൾ മനസ്സ് പ്രകാശിക്കും. ചില ആൾക്കാരില്ലേ, ഒന്നും വെളി പറയില്ല, എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കും. നടന്ന് വിഷം കുപ്പിക്കാത്താകും, വിഷം അടിച്ചാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന് അറ്റാക്ക് കയറിച്ചാകും. അല്ലെങ്കിൽ എല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന് അവസാനം കയറിൽ കുരുക്കിച്ചാകും. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കി ട്രെയിൻ നമ്പർ കയറിച്ചാകും. എല്ലാ ആവശ്യമുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട് ഇത്രയും ലജ്ജിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, നാണം കഴിയേണ്ടി വന്നാലും കുഴപ്പമില്ല. ഉത്തരവാദിത്തപ്പെട്ടവരോട് തുറന്ന് പറഞ്ഞാലോ? ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഓ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ എനിക്കൊരു ആശ്വാസം, ഒരു ഭാരരഹിതമായ അനുഭവം. അങ്ങനെയുള്ളവരെ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ.
ഇപ്പൊ നമ്മൾ മനസ്സിലുള്ള തുറന്ന് പറയുന്നവരായിരിക്കണം. പറയുന്നത് പോഷത്വമായിരിക്കരുത്. യോഗ്യമായതും നന്മയായതും പ്രയോജനകരമായതും ഒക്കെ ആയിരിക്കണം. അല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ കൂട്ടിവെക്കരുത്. അത് അവിടെ ഇരുന്ന് ക്രമിക്കും. അത് അർബുദ വ്യാധി പോലെ നമ്മളെ തിന്നുകളയും. അങ്ങനെ ക്രിസ്ത്യാനികൾ അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത എല്ലാം മനസ്സിൽ ഇങ്ങനെ ഉരുവേറ്റി അത് അർബുദ വ്യാധി പോലെ അവരെ തിന്നുകൊണ്ടിരിക്കുക. അവർക്ക് വചനം വായിക്കാൻ തോന്നൂല, കൂട്ടാൻ ആചരിക്കാൻ തോന്നൂല, പ്രാർത്ഥിക്കാൻ തോന്നൂല, വചനം ധ്യാനിക്കാൻ തോന്നൂല, വചനം പറയുന്നവരോട് പ്രിയ സ്നേഹം കാണിക്കാനും തോന്നൂല. അവരെ വെറുപ്പ്. അവരുടെ ദൈവത്തിന് പ്രിയമുള്ളവരല്ല. അവർക്ക് വാഗ്ദത്വം ഇല്ല. വാഗ്ദത്വമുള്ളത് ആർക്കാ? വചനത്തിൽ പ്രിയമുള്ളവർക്ക്. അവർ ആ വചനത്തിലേക്ക് കരങ്ങൾ ഉയർത്തുകയും ചെയ്യും. ആ ഉയർന്ന കരം വിശുദ്ധ അന്തർ മന്ദിരത്തിലേക്കാണ്. ആകാശരാജ്ഞിയിലേക്കല്ല കരം ഉയർന്നത്. പക്ഷെ വചനത്തിൽ പ്രിയമില്ലാത്തവർ ഉയർത്തുന്ന കരം എവിടേക്കാ? ആകാശരാജ്ഞിയിലേക്കാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ നാം കരം ഉയർത്താനും അനുവാദമില്ല. ദൈവവചനത്തിൽ പ്രിയമുള്ളവരായിക്കൊണ്ട് കരങ്ങളെ ഉയർത്തിയാൽ ആമേൻ സ്തോത്രം. സിയോനിൽ നിന്ന് ഉപദേശം നമുക്ക് ലഭിക്കും. യെരൂശലേമിൽ നിന്ന് വചനം നമുക്ക് ലഭിക്കും. ലഭിച്ചാൽ നമ്മൾ യെരൂശലേമിന്റെ അവകാശിയായി, സിയോന്റെ അവകാശിയായി ശേഷിക്കപ്പെടും. അതിനാണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഉണർവാണ് നമുക്ക് വേണ്ടത്. ആ ഉണർവാണ് നമുക്ക് വേണ്ടത്. അത് മടി കൊണ്ടുവരാൻ പറ്റൂല. മടി ഗാഠനിദ്രയ്ക്കോ. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാമിന് എന്ത് വന്നു? ഒരു ഗാഠനിദ്ര വന്നു. ഗാഠനിദ്രയുടെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിച്ചു? അനുസരണം കെട്ട ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കത്തക്കവണ്ണമുള്ള ഒരു സ്ത്രീ ജനിക്കുവാനിടയായി, ഉത്ഭവിക്കുവാനിടയായി. അതിന് ഇന്നും അങ്ങനെ മടി ഗാഠനിദ്രയ്ക്ക് കൊണ്ടെത്തിക്കും. അതിലേക്ക് നമ്മൾ ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ അത് വന്നു കയറും. അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. ഉത്തമ കാര്യങ്ങളിൽ ഉറ്റു നിൽക്കണം. അതിന് നമ്മൾ ഇടം കൊടുക്കണം. അതെന്നൊക്കെ ദൈവവചനത്തിൽ പ്രിയമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിൽ പ്രിയമുള്ളവരായവരെ കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ അല്ല, തോന്നിയാസം നടന്നിട്ട് ബൈബിൾ വായിച്ച് അല്ലെങ്കിൽ ബൈബിൾ കൊണ്ട് വന്നിരിക്കുന്നവരെ അല്ല പറയുന്നത്. അവർ മനസ്സ് പുതുക്കി ദൈവവചനത്തിൽ പ്രിയം വെച്ച് അതിനെ രാപ്പകൽ ധ്യാനമാക്കി മാറ്റുവാൻ തക്കവണ്ണം അവർ മനസ്സ് പുതുക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് പ്രിയമുള്ളവർ എന്നുള്ള വിളി വരുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതിനാൽ നാം ജഡത്തിന്റെയും ആത്മാവിന്റെയും ഇതൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? അതിനെ കേട്ട് വിശ്വസിച്ചാൽ സാധ്യതകൾ ഉണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. സ്തോത്രം. ഇത് നമ്മൾ കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. നമുക്ക് എന്ത് പ്രാപിക്കാൻ കഴിയും? കേട്ടാൽ, ഗ്രഹിച്ചാൽ, മനസ്സ് വെച്ചാൽ, അനുസരിച്ചാൽ പ്രാപിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രാപിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെയും ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഭൗതിക അനുഗ്രഹങ്ങൾ വേലയ്ക്ക് പോകുക, വേല ചെയ്യുക, കൂലി വാങ്ങുക, കാര്യങ്ങൾ ക്രമീകരിക്കുക. അത് ആ ലിസ്റ്റിൽ വിട്ടിരിക്കുകയാണ്. സ്തോത്രം. കൂട്ടായ്മയ്ക്കകത്തോ പ്രാർത്ഥനയ്ക്കകത്തോ വിശ്വാസത്തിനകത്തോ വചനത്തിനകത്തോ അതൊന്നും നമ്മൾ കൂട്ടിച്ചേർക്കരുത്. കൂട്ടിച്ചേർത്താൽ അത് കൂട്ടുവിത്തായി മാറും. കൂട്ടുവിത്ത് വിതയ്ക്കുന്ന ശപിക്കപ്പെട്ടവനാണ്. അതായത് ആത്മീയ വചനത്തോട് ഭൗതിക വചനം കൂടെ ചേർത്ത് വിതച്ചാൽ അത് ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ നമ്മളോടൊക്കെ വചനം പ്രസംഗിച്ചവർ എങ്ങനെയുള്ളവരാണ്? അനുഗ്രഹിക്കപ്പെട്ടവരെ, ശപിക്കപ്പെട്ടവരെ. അവരത് കുറ്റമതിക്കാനല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മളോടൊക്കെ ദൈവവചനം പ്രസംഗിച്ചവര് ആത്മാവിന്റെ വചനങ്ങൾ മാത്രം പ്രസംഗിച്ചോ അതോ ഭൗതിക വചനങ്ങളോട് കലർത്തി പ്രസംഗിച്ചോ? അപ്പൊ കൂട്ടുവിത്താണ് വിതച്ചതെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാ. അത് കേട്ട നമ്മളാരാ? നമ്മൾ ശപിക്കപ്പെട്ടവരാ. ഇതെങ്ങനെ അറിയാൻ പറ്റും? ന്യായപ്രമാണം അറിയുമ്പോൾ അറിയാൻ പറ്റും. ന്യായപ്രമാണം അറിയാത്ത പുരുഷാണ് ഈ ശാപത്തിൽ ഇരിക്കുക.
ഏത് ശാപത്തില്? കൂട്ടുവിത്ത് വിതച്ച ശാപത്തില്. കൂട്ടുവിത്ത് വിതച്ച് അത് വിശ്വസിച്ച ആ ശാപത്തിലിരിക്കുകയാണ്. ന്യായപ്രമാണം അറിയാത്ത പുരുഷൻ എവിടെ ഇരിക്കുന്നു? യേശു ക്രിസ്തു വെളിപ്പെടുത്തല്ലേ? 7:49 വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷ സ്തോത്രം. ന്യായപ്രമാണം അറിയാത്ത പുരുഷാരം ശപിക്കപ്പെട്ടവരാകുന്നു. കാരണം ശാപം അറിയുന്നില്ല. ന്യായപ്രമാണം അറിയുമ്പോഴാണ് ശാപം അറിയുന്നത്. ആ ശാപത്തെ കുറിച്ച് ബോധം വരുന്നവർക്കാണ് യേശു ക്രിസ്തു ശാപ പരിഹാരമായി മാറിയത്. അതിന് ന്യായപ്രമാണം അറിയണം. അതുകൊണ്ടാണ് കൽപ്പനകളിൽ ഭക്തന്മാരെ പ്രിയം വെച്ചത്. അതേ പ്രിയം ഇന്ന് നമുക്കും വരണം. അവരെയാണ് വിളിക്കുന്ന പ്രിയമുള്ളവരെ വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതിനാൽ നാം ജഡത്തിന്റെയും ആത്മാവിന്റെയും സകല കൺവെൻഷൻ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. അവര് ബുദ്ധിയുള്ള മനുഷ്യർ. അവരുടെ ജീവിതത്ര മേലോട്ട്. അവർ പണിയുന്ന വീട് അവർ വീണുപോയില്ല. പണിയപ്പെടുന്ന ഭവനം. പ്രൈസ് ദി ലോർഡ്.